ഡൽഹിയിലെ അക്രമകാരികളായ എല്ലാ തെരുവുനായ്ക്കളെയും 8 ആഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത്. ഉത്തരവിനെതിരെ ഏതെങ്കിലും സംഘടന ഇടപെടൽ നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു. പേവിഷബാധയുള്ള നായ്ക്കളുടെ ശല്യം അധികമാകുന്നതും ഒരുപാട് പേരെ ആക്രമിക്കുന്നതും മരണമുണ്ടാകുന്നതും പതിവായതിന്റെ പശ്ചാത്തലത്തിലാണ് അതിപ്രധാനമായ ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് നല്ലതിന് വേണ്ടിയാണ്. ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സും ഉത്തരവിൽ മുഖവിലേക്ക് എടുക്കുകയുമില്ല. തെരുവുനായ പ്രശ്നത്തിൽ നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്നായിരുന്നു ജസ്റ്റിസ് പാർഡിവാലയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഉത്തരവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നതിനിടെ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലും വിഷയം കൊണ്ടുവരികയുണ്ടായി. ഉത്തരവ് പരിശോധിക്കണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ഇത് മൃഗസ്നേഹികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നായ്ക്കൾ മനുഷ്യന്റെ ഏറ്റവും വിശ്വസ്തരായ കൂട്ടുകാരാണ്. മനുഷ്യനുമായി ഏറ്റവും ഇണങ്ങി ജീവിക്കുന്നവയാണ് നായ്ക്കൾ. അവയുടെ സ്നേഹവും വിശ്വസ്തതയും മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ നായ്ക്കൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾ വലിയ ആശങ്കയുണ്ടാകുന്നതാണ്. ചിലർ നായകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് മനുഷ്യത്വത്തിന് തന്നെ കളങ്കമാണ്. തെരുവ് നായ്ക്കൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നു എന്നതിൽ നിന്നാണ് അവയെ കൊന്നൊടുക്കുക എന്ന തീരുമാനം ഉണ്ടായി വന്നത്. എന്നാൽ അവ എങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നു, അവർ എങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. ഈ പ്രശ്നത്തിനൊരു പ്രതിവിധി എന്ന നിലയിൽ നായ്ക്കളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പരിഹാരമാകും എന്ന് തോന്നുന്നുണ്ടോ? കൃത്യമായ ഒരു സംവിധാനം നിലവിലില്ലാത്തത് തന്നെയാണ് ഇതിൽ ഒരു പ്രധാന പ്രശ്നം. നായ്ക്കൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നിരിക്കെ അവയെ കൊന്നൊടുക്കുന്നത് തികച്ചും മനുഷ്യരഹിതമാണ്. അപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, മനുഷ്യന്റെ ജീവന് വിലയില്ലേ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യർ തന്നെയല്ലേ? അസുഖം ബാധിച്ച നായ്ക്കളെ അവരെ കൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തെരുവിൽ ഉപേക്ഷിക്കുന്ന സ്ഥിതിഗതി ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾ നിരവധിയാണ്. പിന്നെ മറ്റൊന്ന്, വന്ധീകരണം നടത്തിയ നായ്കൾ പിന്നെയും പ്രസവിക്കുകയാണ്. കൃത്യമായൊരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണിത്. കൊല്ലുക എന്നത് ഒരു എളുപ്പ വഴിയാണ്, പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. എന്നാൽ സർക്കാർ തലത്തിൽ ഒരു മുൻകൈ എടുത്ത് ഇവർക്ക് താമസിക്കുവാനായി ഒരു ഷെൽട്ടർ ഹോം ഏർപ്പെടുത്തുക എന്നുള്ളത് ഒരു മികച്ച തീരുമാനമല്ലേ? അങ്ങനെയെങ്കിൽ തെരുവ് നായ്ക്കൾ തെരുവിൽ അലഞ്ഞു നടക്കില്ല, മനുഷ്യനെ ഉപദ്രവിക്കുമില്ല. അല്ലെങ്കിൽ തന്നെ സഹജീവികളെ ഉന്മൂലനം ചെയ്തിട്ടാണോ പ്രശ്നം പരിഹരിക്കേണ്ടത്? ഗവൺമെന്റിന്റെ വീഴ്ചകൾ മൂടിവെക്കാനുള്ള ശ്രമമാണ് ഈ കൂട്ടത്തോടെയുള്ള കൊന്നൊടുക്കൽ. കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കി അത് നടപ്പാക്കുകയല്ലാതെ ഈ മനുഷ്യത്വഹീനമായ കാര്യം ചെയ്തിട്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ ഇതിനെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കുറേയധികം നായകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇതൊന്നുമെന്ന് മനസ്സിലാക്കണം ആദ്യം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന അവർക്ക് മുന്നിലേക്ക് എത്തുന്നത് വേസ്റ്റ് കൂമ്പാരങ്ങളാണ്. ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജിങ് സിസ്റ്റം ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇറച്ചിക്കടകളിൽ നിന്നും മറ്റും വരുന്ന ചോരയീറ്റുന്ന വേസ്റ്റ് കഴിച്ചു വരുന്ന നായകൾ അഗ്രസീവ് ആകുന്നതിൽ അത്ഭുതമൊന്നും പറയാനില്ല. തെരുവ് നായകൾ ആക്രമിക്കുന്നു, തെരുവ് നായകളെ കൊല്ലണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തെരുവ് നായ്ക്കൾ എങ്ങനെ ഉണ്ടാകുന്നു, അവയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് നായകളെ വെച്ചാണ്. ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യിക്കുന്നതും നായകളെയാണ്. ഇത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നായ്ക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതും ഇന്ന് സാധാരണമായ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. മനുഷ്യനും മൃഗങ്ങളുമായുള്ള സംഘർഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് തെരുവ് നായ്ക്കളുമായി മാത്രമല്ല, ആന, കടുവ, പുലി തുടങ്ങിയ നിരവധി വന്യമൃഗങ്ങളും അതിലുണ്ട്. നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിച്ചും വീട് നശിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അവയെ ഒന്നുകിൽ മയക്കുവെടി വെച്ച് തിരിച്ച് കാട്ടിലേക്ക് അയക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട്. അവയുടെ ഉപദ്രവം ഉണ്ടാവുമ്പോൾ അവയൊന്നും കൊന്നൊടുക്കുകയാണോ സർക്കാർ തീരുമാനിക്കുന്നത്? എണ്ണത്തിൽ കൂടുതൽ എന്ന കാരണം പറഞ്ഞാലും എന്തുകൊണ്ടാണ് എണ്ണത്തിൽ കൂടുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നു. ആരാണ് ഇവിടെ തെറ്റുകാർ? നായ്ക്കളെ മാത്രം കുറ്റം പറഞ്ഞ് കൈയൊഴിഞ്ഞു പോകാൻ വരട്ടെ. പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ട് അത് ഫലപ്രദമാകാതെ പോകുന്നത് ആരുടെ തെറ്റുകൊണ്ടാണ്? സിസ്റ്റത്തിന്റെ തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ ചാരി വെച്ച് രക്ഷപ്പെടുന്നത് നീതിയാണോ? നായ്ക്കളെ കൊല്ലുന്നതാണോ പരിഹാരമെന്നും ചിന്തിക്കേണ്ടതുണ്ട്.